രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിക്കുമെന്നുള്ളതാണ് ഇപ്പം മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഒരു വിവാഹിതയായ സ്ത്രീയുമായിട്ട് പരസ്പര സമ്മതത്തോടു കൂടിയാണ് അവിടെ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് നടന്നിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. BNS 64 എന്ന് പറയുന്നത് ബലാത്സംഗമാണ്. അത് സമ്മതം ചതിക്കുന്ന രീതിയിൽ, അതായത് കളവായ കാര്യങ്ങൾ പറഞ്ഞ് സമ്മതം നേടിയാലും ബലാത്സംഗത്തിൽപ്പെടും. പക്ഷേ വിവാഹം കഴിച്ചുകൊള്ളാം എന്ന വാഗ്ദാനത്തിൽ ഒരു പുരുഷനുമായി വിവാഹിതയായ സ്ത്രീ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുമ്പോൾ അത് ഒരിക്കലും ബലാത്സംഗത്തിൻ്റെ പരിധിയിൽ വരില്ല എന്ന് സുപ്രീം കോടതിയും ഹൈക്കോടതിയും വിവിധ വിധികളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, പോലീസിന് കേസെടുക്കാം. നിരന്തരം ഒരു സ്ത്രീയെ പീഡിപ്പിക്കലാണ്. അത് എനിക്ക് അങ്ങനെ ഒന്നും മനസ്സിലാവില്ല. കാരണം ഒരു തവണ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ കളവ് പറഞ്ഞോ ഒരു സ്ത്രീയെ നമുക്ക് ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുത്താം. പക്ഷേ നിരന്തരം എന്ന് പറഞ്ഞാൽ ഒരു തവണയല്ല, പലവട്ടം ഒരു സ്ത്രീയെ, അതും പ്രായപൂർത്തിയായ ഒരു സ്ത്രീയെ, വിവാഹിതയായ സ്ത്രീയെ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുക എന്ന് പറയുമ്പോൾ ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. മറ്റൊന്നെന്ന് പറയുന്നത് സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നതാണ്. ഉദാഹരണത്തിന് ടീച്ചറോ മേലുദ്യോഗസ്ഥരോ അധികാരികളോ ഇന്നത് കാര്യം ചെയ്തു തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് വഴങ്ങിയില്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കും, ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഫിസിക്കൽ റിലേഷൻ ഉണ്ടാക്കുന്ന സെക്ഷനാണിത്. പക്ഷേ ഈ സെക്ഷനും ഈ സിറ്റുവേഷനായിട്ട് അത്രയ്ക്ക് മാച്ച് ആവുന്നുണ്ടോ എന്നൊരു സംശയമാണ്. എന്തായിരുന്നാലും വിശപ്പം തീരും, പശുവിന്റെ കടി മാറും. ചിത്രങ്ങൾ ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ്. ബെയിലബിളാണ്. വിശ്വാസം വരണില്ലല്ലേ? ഈ കഥയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ നിർണ്ണയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സെക്ഷനാണ് BNS 89, ഗർഭചിത്രം നടത്തൽ. ഇതിലെല്ലാവരും പറയുന്നുണ്ട് വിവാഹിതയായ സ്ത്രീയുടെ ഗർഭത്തിന് ഉത്തരവാദി അവരുടെ ഭർത്താവാണ്, അതിന് രാഹുൽ മാങ്കൂട്ടം എന്ത് ഭരിച്ചു എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടമായി നടത്തിയ ഫിസിക്കൽ റിലേഷനിലാണോ ആ ഒരു ഗർഭം ഉണ്ടായെന്നൊക്കെ ഉള്ളത് തെളിയിക്കാൻ പാടാണെന്നൊക്കെ പറയുന്നു. ഒരു കാര്യമില്ല. പക്ഷേ ഈ പർട്ടിക്കുലർ കേസിൽ ഓഡിയോ ക്ലിപ്പുകളുണ്ട്. ഓഡിയോ ക്ലിപ്പുകളിൽ തീർച്ചയായിട്ടും ആ പെൺകുട്ടി പറയുന്നുണ്ട് അത് അയാളുടെ ഗർഭമാണെന്ന്. അത് അലസിപ്പിക്കാനായിട്ട് ഇല്ലീഗലായിട്ട് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഏതോ ഒരു കൂട്ടുകാരനെ കൊണ്ട് മരുന്ന് വാങ്ങിച്ചു കൊടുത്തു. അവർക്ക് ബ്ലീഡിങ് അങ്ങനെ മൊത്തത്തിൽ അവർ മരിക്കാറായി കിടക്കുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ചിട്ട് ഒരു രാഹുൽ മാങ്കൂട്ടത്തിനോട് പറയുകയും രാഹുൽ മാങ്കൂട്ടത്തിനെ അത് ഒരു സഹതാപം അർഹിക്കാത്ത രീതിയിൽ ചീത്തയൊക്കെ വിളിച്ചുകൊണ്ട് അവരോട് പെരുമാറുന്നുമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദമല്ല എന്ന് പറയുന്നില്ല. ഇതെല്ലാം സമ്മതിക്കുന്ന ഓഡിയോ ക്ലിപ്പുള്ളിടത്തോളം കാലം 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഈ കുറ്റം നോൺ ബെയിലബിളാണ്. ബാക്കിയെല്ലാം നോൺ ബെയിലബിൾ ആണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് പിടിച്ചു നിൽക്കാം. പക്ഷേ ഈ ഗർഭചിത്രം നടത്തിയതിന് രാഹുൽ മാങ്കൂട്ടത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല.